Hi all, welcome to Eduwizz online platform. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോഡിംഗ് ഡോസ്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫാർമക്കോ കൈനറ്റിക്സിലുള്ള ഒരു ചെറിയൊരു കുഞ്ഞു പോർഷൻ ആണ്. അതുപോലെ തന്നെ എലിമിനേഷൻ ഹാഫ് ലൈഫും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ലോഡിംഗ് ഡോസിന്റെ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ഇൻ എമർജൻസി കേസസ് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ. എന്താ ഈ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു എമർജൻസി ആയിട്ട് ഒരു കണ്ടീഷൻ വരികയാണ്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ സിവിയർ അലർജിക് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പം ആ സിവിയർ അലർജി കണ്ടീഷനിലുള്ള പേഷ്യന്റിന് നമ്മൾ എന്ത് ഇഞ്ചെക്ട് ചെയ്യും? IV ബോളസ് ജസ്റ്റ് നമ്മൾ വയലിന് എടുത്ത് പാടെ ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, അതിനെയാണെന്ന് പറയാ IV ബോളസ്. അതായത് ലെസ് ദാൻ 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ആ ഡ്രഗ് നമ്മുടെ ബോഡിയിലോട്ട് കയറി ചെന്നിട്ടുണ്ടാവും. ഓക്കെ, IV ബോളസ് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? IV ഇൻഫ്യൂഷൻ ഇടാം. ഓക്കെ, അപ്പം IV ബോളസ് കഴിഞ്ഞിട്ടാണ് IV ഇൻഫ്യൂഷൻ നമ്മൾ കൊടുക്കുക. ഡ്രിപ്പായിട്ട് നമ്മൾ ഇൻഫ്യൂഷൻ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പം ഈ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ IV ബോളസ് നമ്മൾ കയറ്റിയല്ലോ, ആ പെർട്ടിക്കുലർ ഡ്രഗ് നമ്മുടെ ബ്ലഡില് കോൺസെൻട്രേഷൻ ഉണ്ടാവും അല്ലെ. ആ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിനാണ് നമ്മൾ IV ഇൻഫ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ IV ഇൻഫ്യൂഷനും നമ്മുടെ IV ബോളസും കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ബ്ലഡിലുള്ള ഡ്രഗിന്റെ എമൗണ്ട് എന്തായിട്ട് പോവാ? ലെവലായിട്ട് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് പോവാ. അങ്ങനെ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ എന്താ പറയുക? സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ആയിട്ട് പറയാം. അതിനെ നമ്മൾ സിംപ്ലി CSS എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി ഇൻഫ്യൂഷൻ ഇസ് ഗിവൺ സൈമൾട്ടേനിയസ്ലി. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ലോഡിംഗ് ഡോസ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ലോഡിംഗ് ഡോസ് അല്ലെ. ലോഡ് ചെയ്യാണ് നമ്മൾ. എന്തിനെ? IV ബോളസ് കഴിഞ്ഞിട്ട് IV ഇൻഫ്യൂഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോഡിങ് ചെയ്യാണ് ചെയ്യുന്നത്. ലോഡ് ചെയ്യുക പറഞ്ഞാൽ വീണ്ടും നമ്മൾ ലോഡ് കയറ്റുക എന്നൊക്കെ പറയില്ലേ വണ്ടിയിൽ, അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. IV ബോളസ് കഴിഞ്ഞതും IV ഇൻഫ്യൂഷൻ എന്ത് ചെയ്യാണ്? നമ്മൾ കയറ്റുകയാണ്. ആ ലോഡ് ചെയ്യുന്ന ഡോസിനെയാണെന്ന് പറയാം ലോഡിംഗ് ഡോസ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. Okay, concentration of IV bolus will be decreased at the time of CSS of IV infusion. അല്ലെ, അതായത് നമ്മുടെ IV ബോളസിന്റെ കോൺസെൻട്രേഷൻ കുറയും അല്ലെ. നമ്മൾ കേറിയ പാടെ അത് ലെസ് ദാൻ 1 മിനിറ്റിന്റെ ഉള്ളിലാണ് ബോഡിയിലുള്ള എല്ലാവിടെയും എത്തുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ ബോഡിയിൽ കുറയും. പക്ഷെ നമുക്ക് ആ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ ആ പെർട്ടിക്കുലർ പേഷ്യന്റ് സർവൈവ് ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IV ഇൻഫ്യൂഷൻ നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ, നമ്മുടെ ബ്ലഡിലുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ആണ് നമ്മൾ നോക്കിയെങ്കിൽ, ആദ്യം നമ്മൾ ഏതാ കൊടുത്തേ? IV ബോളസ് അല്ലെ. IV ബോളസ് ഇവിടെ എത്തിക്കഴിഞ്ഞതും എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. കണ്ടോ, അവിടുന്ന് സ്റ്റഡി സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആയിട്ട് വരികയാണ് അല്ലെ. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? IV ഇൻഫ്യൂഷൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് അവർക്ക് എന്ത് ചെയ്തു? ഈ സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഈ ഗ്രാഫ് തന്നെ മനസ്സിലാക്കാം. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് തന്നെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇനി അടുത്തതാണ് ഇതിന്റെ ഇക്വേഷൻ കാണുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും എളുപ്പമാണ്. നമുക്ക് ആദ്യം ആക്ച്വലി ഫോർമുല മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാം എമൗണ്ട് ഓഫ് ഡ്രഗ്, അതാണ് എക്സ്. എന്താണ്? എമൗണ്ട് ഓഫ് ഡ്രഗിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മുടെ എക്സ് ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു VDC, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ അതിന് സിംപ്ലി OL എന്ന് വെച്ചു. അതായത് ലോഡിംഗ് ഡോസിന്റെ പേരിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഏതാണെങ്കിൽ XOL ഇസ് ഈക്വൽ ടു VDCSS. ആ കോൺസെൻട്രേഷൻ നമ്മൾ ജസ്റ്റ് CSS ആക്കി എഴുതി. ഞാൻ പറഞ്ഞു എന്താ? സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷന് CSS എന്നും കൂടെ നമ്മൾ ഷോർട്ട് ഫോം ആക്കി എഴുതും. അപ്പൊ CSS എന്ന് എഴുതി. അപ്പൊ ഈ CSSന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന R0/KE/VD ആണ് കേട്ടോ. അതായത് അതൊരു റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമ്മുടെ ലോഡിംഗ് ഡോസ് അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇസ് ഈക്വൽ ടു R0/KE ആയില്ലേ, കാരണം VD ഇവിടെ കട്ട് ചെയ്ത് പോയി. അപ്പൊ R0/KE എന്ന് പറയുന്ന ഫോർമുല നമുക്ക് കിട്ടി.
ഇനി നമുക്കറിയാം ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലോഡിംഗ് ഡോസ് പ്ലസ് ഇൻഫ്യൂഷൻ ആണെന്ന് നമുക്ക് അറിയാം അല്ലേ. ഇനി കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഈ ജനറൽ ഫോർമുല പഠിച്ചു വെക്കണം. C=C0 e⁻ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോഴും ഈ C0ക്ക് ഇവിടെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. XOL ലോഡിംഗ് ഡോസ് ഡിവൈഡഡ് ബൈ VD ആണ്. ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സെറ്റ് ഓഫ് നമ്മൾ ഇത് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് IV ബോളസിന്റെയും IV ഇൻഫ്യൂഷന്റെയും കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം IV ബോളസ് നോക്കാം. IV ബോളസിന്റെയും IV ഇൻഫ്യൂഷന്റെയും ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്. C=XOL ഡിവൈഡഡ് ബൈ VD e⁻ എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് ഉണ്ട് കേട്ടോ. ഇത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി ഇൻഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഡെറിവേഷൻ ചെയ്ത് കിട്ടും. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനോട് ഈക്വൽ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താ നമ്മുടെ കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനുമായിട്ട് ഈക്വൽ ആയിട്ട് പോകണമെന്ന് മാത്രമേ ആ പേഷ്യന്റിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് C=IV ബോളസിന്റെ കേസിലാണെങ്കിൽ C=X0L ലോഡിംഗ് ഡോസ് ഡിവൈഡഡ് ബൈ VD e⁻ ആണെങ്കിൽ IV ഇൻഫ്യൂഷന്റെ കേസിലാണെങ്കിൽ R0/KEVD into 1 - e⁻. അപ്പൊ മറ്റേ ഫോർമുല നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ. അതായത് ഈ IV ബോളസ് പ്ലസ് IV ഇൻഫ്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, IV ബോളസും IV ഇൻഫ്യൂഷനും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക? നമ്മുടെ ലോഡിംഗ് ഡോസ് ഡിവൈഡഡ് ബൈ നമുക്ക് IV ബോളസിന്റെ ഇക്വേഷൻ അപ്പുറത്തുണ്ടായിരുന്നില്ലേ, ആ സെയിം ഇക്വേഷൻ നമ്മൾ എഴുതി. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ IV ബോളസ് പ്ലസ് IV ഇൻഫ്യൂഷൻ ആണ് ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് നോക്കി നമ്മുടെ CSSന്റെ ഫോർമുല എന്താ? X ലോഡിംഗ് ഡോസ് ഡിവൈഡഡ് ബൈ VD ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ അതിന് CSS ആക്കി നമ്മൾ എഴുതി അല്ലേ. അപ്പൊ അതിന് നമുക്ക് എഴുതി. അപ്പൊ e⁻ വന്നു, 1 - e⁻ വന്നു. അപ്പൊ ഇതില് CSS കോമൺ ആണ് അല്ലെ, 2 CSS ഉണ്ട്. അപ്പൊ CSSനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? e⁻ പ്ലസ് 1 - e⁻ എന്ന് പറയുന്ന ഫോർമുല നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ C=CSS ആണ്. അതായത് നോർമൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനോട് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇനി അടുത്തതാണ് എലിമിനേഷൻ ഹാഫ് ലൈഫ്. എന്താ ഈ എലിമിനേഷൻ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഹാഫ് ലൈഫ് എന്ന് പറയാം? ഇപ്പൊ ഞാനൊരു ഡ്രഗ് എടുക്കുകയാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാൻറ്റോപ്രസോൾ എടുക്കുകയാണെന്ന് വെച്ചോ. ആ പാൻറ്റോപ്രസോള് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ഹാഫ് ലൈഫ്, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് 50% കുറയും. ഓക്കെ, അപ്പൊ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകണമല്ലോ. ആ പകുതി ആവുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? T⁻ ആയിട്ട് പറയുക. ഹാഫ്, മനസ്സിലായി? T⁻. ഓക്കെ, elimination half life or biological half life എന്ന് നമ്മൾ പറയും. It is defined as the time taken for the amount of drug in the body as well as the plasma drug concentration to decline by 1/2 or 50% of its initial value expressed in minutes or hours ആണ് അല്ലേ. അപ്പൊ T⁻ നമ്മൾ ഫോർമുല ഉണ്ട് ഓൾറെഡി. ഇത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇതൊക്കെ പണ്ട് ബയോഫാർമസ്യൂട്ടിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഫാർമക്കോകൈനറ്റിക്സ് ചാപ്റ്ററിൽ ഇതൊക്കെ പഠിക്കാനുണ്ട്. 0.693/Ke എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പം ഈ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് വെച്ചിട്ടും ചെയ്യാം? നമ്മുടെ ടോട്ടൽ ക്ലിയറൻസ് ബൈ VD ആയിട്ടും നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ T⁻ നമുക്ക് ഫോർമുല കിട്ടി 0.693 ഡിവൈഡഡ് ബൈ CT ഇൻറ്റു VD ആയിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇത് ഇതേപോലെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനിയാണ് ടോട്ടൽ ബോഡി ക്ലിയറൻസ്. എന്താ ഈ ടോട്ടൽ ബോഡി ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡ്രഗ് കഴിക്കുകയാണെങ്കിൽ ആ ഡ്രഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകണം അല്ലെ. ആ ഒരു എലിമിനേറ്റ് ചെയ്യുന്ന ക്ലിയറൻസ് അല്ലെ, ക്ലിയർ ചെയ്ത് പോവാണ് നമ്മുടെ ബോഡിയിൽ നിന്ന്, അത് ഫുൾ എലിമിനേറ്റ് ചെയ്ത് പോവാണ് അല്ലെ. ആ ഒരു സംഭവത്തിനെയാണ് ടോട്ടൽ ബോഡി ക്ലിയറൻസ് ആയിട്ട് നമ്മൾ പറയാം. ഇവിടെ മേജർ നമ്മുടെ ഓർഗൻസ് ഏതൊക്കെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാർ? നമ്മുടെ കിഡ്നി ഉണ്ട്, നമ്മുടെ ലിവർ ഉണ്ട്, നമ്മുടെ സ്കിന്നൊക്കെ ഏകദേശം എലിമിനേഷന് സഹായിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ടോട്ടൽ ക്ലിയറൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CLR റീനൽ പ്ലസ് CLH ദാറ്റ് ഇസ് ഹെപ്പാറ്റിക് ക്ലിയറൻസ് പ്ലസ് CL അതർ, ഞാൻ പറഞ്ഞു സ്കിന്നൊക്കെ.
അപ്പൊ ഓവറോൾ റേറ്റ് എന്ന് പറയുന്നത് dx/dt/c ആണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പാർട്ട്മെന്റ് മോഡൽസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോഫാർമസ്യൂട്ടിക്സിൽ കമ്പാർട്ട്മെന്റ് മോഡൽസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആണ്. 1 കമ്പാർട്ട്മെന്റ് മോഡൽ, ഓപ്പൺ മോഡൽ, 2 കമ്പാർട്ട്മെന്റ് മോഡൽ അല്ലെ, പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ വരുന്ന ജനറൽ ഇക്വേഷൻ ആണ് dx/dt എന്ന് പറയുന്നത്. So dx/dt is equal to minus ke into x ആണ്. ഓക്കെ, ഇൻറ്റു ആണ് കേട്ടോ, എക്സ് അല്ല, ഇൻറ്റു ആണ്. ഞാൻ അത് ജസ്റ്റ് ആക്കിയതേ ഉള്ളൂ. dx/dt equal to minus ke x ആണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു എന്നറിയോ? ക്ലിയറൻസ്, ടോട്ടൽ ക്ലിയറൻസ് ഇസ് ഇക്വൽ ടു മൈനസ് കെ ഇ ഡി സി അല്ലേ ഇവിടെ ഉള്ളത്, അപ്പൊ x/c ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ, ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ വിചാരിക്കുന്നുണ്ടാവും ആ നെഗറ്റീവ് സൈൻ എന്തിനാണെന്നല്ലേ. ആ നെഗറ്റീവ് സൈന് നമ്മൾ ക്ലിയറൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡി എലിമിനേറ്റ് ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ നെഗറ്റീവ് സൈൻ അവിടെ ഇട്ട് കൊടുത്തത്. x/c ഈക്വൽ ടു വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ക്ലിയറൻസ് ടൈംസ് ഈക്വൽ ടു എന്താ, KEVD ആണ്. T-half നമുക്ക് ഫോർമുല കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഫോർമുല ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും CLT is equal to 0.693 VD/T-half ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ ഇത്രയാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, ലോഡിംഗ് ഡോസിന് പഠിക്കാനുള്ളത്. ശരിക്കും ലോഡിംഗ് ഡോസ് അറിഞ്ഞു വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ പോർഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ലോഡിംഗ് ഡോസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഗോയിങ് ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.